നമ്മുടെ ചെങ്ങന്നൂരിലെ പത്മകുമാർ എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അവിടെ എന്തോ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്നെന്നോ MLA ആയിരുന്നു പുള്ളി പണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. ഒരുപാട് കാശൊക്കെ കയ്യിലുണ്ടെന്നൊക്കെ കേൾക്കുന്നു. വലിയ പണക്കാരനൊക്കെയാണ്. കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പണക്കാരാണല്ലോ, അഥവാ പണക്കാരാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം. അപ്പോൾ അങ്ങനെ ഉള്ളതായ ശ്രീമാൻ പത്മകുമാർ മാർക്സിസ്റ്റ് പാർട്ടിയെ വിരട്ടുന്നു പോലും. പുള്ളി ഒരു ആത്മകഥ എഴുതി കളയും. പുള്ളി സ്വർണ്ണക്കേസിൽ കൊള്ളക്കേസിൽ പിടിയിലായിട്ട് 90 ദിവസം, 90-ൽ കൂടുതൽ കിടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2 കേസുണ്ടല്ലോ. ഒന്ന് മറ്റേ ദ്വാരപാലകപ്പാളി, വേറൊന്ന് കട്ടിളപ്പാളി. ഈ 2 പാളിയുടെയും ഇടയ്ക്ക് കുരുങ്ങിപ്പോയ ഒരു കക്ഷിയാണ് പത്മകുമാർ. പുള്ളിയെപ്പറ്റി ഞാൻ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല, ഓർമ്മയുണ്ടോ? ഒറ്റ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. കാരണം പുള്ളിയുടെ കേസ് ഇച്ചിരി പെശക് കേസാണ്. പുള്ളി റെക്കോർഡൊക്കെ തിരുത്തി സ്വർണ്ണപ്പാളി എന്നുള്ളത് മാറ്റി ചെമ്പ് പാളി എന്നൊക്കെ ആക്കി, അങ്ങനെയൊക്കെ തിരുത്തൊക്കെ വരുത്തിയ ആളാണ്. പുള്ളിയുടെ സ്വന്തം കൈയക്ഷരമാണത്. ഇപ്പോൾ പുള്ളി പാർട്ടിയിൽ നിന്ന് പുറത്താകുന്ന സ്ഥിതിയായി പോലും. ഇതിപ്പോൾ ആർക്കറിയാമെന്ന് എനിക്ക്. പാർട്ടിക്കുള്ളിൽ ആരോ വിമർശനം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ചാനലുകാർ ഒരു കീച്ചങ്ങ് പത്രക്കാരും എഴുതും. ഇതൊക്കെ ഉള്ളതാണോ? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞതാണോ? കാരണം പറഞ്ഞ ആരും പുറത്ത് വന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് ഇത് പറയുന്നില്ല. ഇയാൾ പറഞ്ഞു, മറ്റേയാൾ പറഞ്ഞു, മത്തായി പറഞ്ഞു, തോമ പറഞ്ഞു എന്നൊക്കെ പറയുന്നതല്ലാതെ മത്തായിയും തോമയും ഒന്നും ക്യാമറയുടെ മുമ്പിൽ വരുന്നില്ല. ഏതായാലും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വലിയ ബഹളം. മാർക്സിസ്റ്റ് പാർട്ടി അവർ തോറ്റതിൻ്റെ കാരണങ്ങൾ വിലയിരുത്തി കഴിഞ്ഞപ്പോൾ പലവിധ കാരണങ്ങളിൽ ഒന്നായിട്ട് കണ്ടത് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ വൈകി. നടപടിയെടുത്തില്ല എന്നല്ല, നടപടിയെടുക്കാൻ വൈകി. പുള്ളിയെ സ്ഥാനങ്ങൾ ഒന്നും പ്രത്യേകിച്ച് കൈയൊന്നും ഇടരുത് എന്നും പറഞ്ഞങ്ങ് നിർത്തി. സ്ഥാനത്തൊന്നും മാറ്റിയില്ല, അങ്ങനെ അങ്ങ് നിർത്തി. ഇതാണ് അവർ ചെയ്തത്. അത് ചെയ്തത് തന്നെ ശ്രീമാൻ പത്മകുമാറിന് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് പാർട്ടിക്കുള്ളിൽ ഇങ്ങനെ ഭയങ്കര സമ്മർദ്ദം വന്നു പോലും. അപ്പോൾ സമ്മർദ്ദം വന്നപ്പോൾ പാർട്ടി തീരുമാനിച്ചു, ഇനിയിപ്പോൾ ഈ പപ്പനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇവനെ തട്ടിക്കളയാം എന്നവർ തീരുമാനിച്ചു. തട്ടിക്കളയാമെന്ന് വെച്ചാൽ കൊന്നുകളയാമെന്നല്ല, പാർട്ടിയിൽ നിന്ന് പുറത്ത് കളയാൻ തീരുമാനിച്ചു. ശ്രീമാൻ തോമസ് ഐസക്കാണ് പത്തനംതിട്ടയുടെ ചാർജുള്ള. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഇവരൊക്കെ എന്തോ വലിയ അമേരിക്ക ഭൂഖണ്ഡമോ അതുപോലത്തെ വലിയ രാജ്യമാണെന്ന് തോന്നുന്നു. പത്തനംതിട്ടയുടെ ചാർജ് തോമസ് ഐസക്കിന്. നമ്മുടെയൊക്കെ ഗതികൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനുള്ള തലവിധി ഉണ്ടായല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും തോമസ് ഐസക്ക് അവിടെ പോയി അവസാനം മല എലിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞ പോലെ പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്തു, പിരിഞ്ഞു. അപ്പോൾ തോമസ് ഐസക്കിനോട് എന്താ അത് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട് സസ്പെൻഷൻ. തോമസ് ഐസക്ക് പറഞ്ഞു, അതേ നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇച്ചിരി പതുക്കെയൊക്കെ പോയാൽ മതി. അല്ലെങ്കിൽ തന്നെ പുള്ളിക്ക് ചുമതലയെന്നൊക്കെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. അത് വാക്കുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം അത് എഴുത്തിലാക്കി. പിന്നെ പുറത്താക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കടുപ്പപ്പെട്ട പണിയല്ലേ, അതൊക്കെ ചെയ്യുന്നത് ശരിയല്ല. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ചാനലുകൾക്ക് ഉത്സാഹം കൂടി. അങ്ങനെയല്ല, പത്മകുമാർ ഭീഷണിപ്പെടുത്തുന്നു. ഭീഷണി നമ്പർ 1 എന്താണെന്നറിയാമോ? പത്മകുമാർ പറഞ്ഞു പോലും, കൂട്ടുകാരോട് പറഞ്ഞു എന്നാണ് റിപ്പോർട്ട്. ഇതൊക്കെ പറഞ്ഞതാണോ? ഏതായാലും കൂട്ടുകാരോട് പറഞ്ഞു, ഞാനൊരു ആത്മകഥ എഴുതും. എഴുതിക്കോ. ആത്മകഥ ഇപ്പോൾ ആർക്കാണ് എഴുതാൻ പറ്റത്ത്? വഴിയെ പോയ നാട്ടുകാരനൊക്കെ ആത്മകഥ എഴുതുന്നുണ്ട്. ഞാനും ഒരു ആത്മകഥ എനിക്ക് എഴുതാനുള്ള മടി കൊണ്ട് വേറെ 2 പേരോട് എൻ്റെ ആത്മകഥ അതിൽ കൊള്ളാമെന്ന് തോന്നിയ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് അങ്ങ് പബ്ലിഷ് ചെയ്ത് ആൾ കളിക്കുക. ഇതാണ് എൻ്റെ പ്ലാൻ. നടക്കോ ഇല്ലെന്ന് അറിയാൻ മേല. കാരണം എഴുതാൻ ആളെ കിട്ടുന്നില്ല. എന്നെപ്പോലുള്ളവൻ്റെ ആത്മകഥ എന്തെഴുതാനാണ്? രാവിലെ എണീറ്റു, ഭക്ഷണം കഴിച്ചു, രാത്രി കിടന്നുറങ്ങി, പിന്നെ രാവിലെ എണീറ്റു, പല്ല് തേച്ചു, ഭക്ഷണം കഴിച്ചു. ഇതല്ലാതെ നമ്മുടെ ആത്മകഥയിൽ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും എഴുതാൻ ഇനി ഉണ്ടെങ്കിൽ തന്നെ നാട്ടുകാർക്ക് എന്താന്ന് TG മോഹൻ്റെ അതിൻ്റെ ആത്മകഥയിൽ എന്ത് കുന്തമെന്ന് ആർക്കെന്താ എന്ന് പറയുന്ന പോലെ പത്മകുമാറിൻ്റെ ആത്മകഥയിൽ നാട്ടുകാർക്ക് ഇതാരും ജവഹർലാൽ നെഹ്റു അതോ മഹാത്മാഗാന്ധിയോ ആത്മകഥ എഴുതി ഷൈൻ ചെയ്യാൻ? എന്തു വാങ്ങിക്കോട്ടെ.
പുള്ളി ചില വെളിപ്പെടുത്തലുകൾ നടത്തും എന്ന് പറഞ്ഞു. അതിൽ പ്രധാന വെളിപ്പെടുത്തലാണ് ഈ ചെമ്പുപാളി എന്ന് തിരുത്തിയ കൈയക്ഷരം എൻ്റേതല്ല, അത് വേറെ ആരുടെയോ ആണ്. ഏത് ഈ മനുഷ്യൻ്റെയാണ് ഈ കൈയക്ഷരം എന്ന് ഇങ്ങേര് SIT, സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SITയുടെ മുമ്പിൽ ഇങ്ങേര് സമ്മതിച്ചു. നമ്പർ 2, SIT ഈ വിരലടയാള വിദഗ്ധന്മാരെ കാണിച്ചിട്ട് അവർ സർട്ടിഫൈ ചെയ്തു ഈ കൈയക്ഷരം ശ്രീമാൻ പത്മകുമാറിൻ്റെ തന്നെയാണെന്ന് അവർ സർട്ടിഫൈയും ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ കോടതിയെ ബോധിപ്പിച്ചു, കോടതിക്ക് ബോധ്യപ്പെട്ടു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും മാസം കഴിഞ്ഞിട്ട് ആശാൻ പറയുകയാണ് ആ കൈയക്ഷരം എൻ്റെതല്ല, അതൊന്നുകൂടെ നോക്കിക്കണം എന്ന്. ഒന്നുകൂടെ നോക്കിയിട്ട് എന്താ കാര്യം, ഇയാളുടെ തന്നെ ആണെന്ന് ഉറപ്പ് വരും. ഇത്രയല്ലേ ഉള്ളൂ. വിരലടയാള വിദഗ്ധന്മാരൊക്കെ നോക്കുന്നത് വീണ്ടും വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ വേറൊരാളുടെ കൈയക്ഷരമായിട്ട് മാറുകയൊന്നുമില്ല. ഇപ്പോൾ പത്മകുമാർ ഉദ്ദേശിക്കുന്നത് എന്താ, കടകംപള്ളി സുരേന്ദ്രൻ അത് തിരുത്തി, ഇതാണല്ലോ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ ദൈവതുല്യൻ എന്ന് പത്മകുമാർ വിശേഷിപ്പിച്ച പിണറായി വിജയൻ അത് തിരുത്തി. പിന്നെ പിണറായി വിജയൻ റെക്കോർഡ് തിരുത്താൻ പോവുകയല്ലേ. ദേവസ്വം ബോർഡിൻ്റെ ശബരിമലയിലെ റെക്കോർഡിൽ ചെമ്പുപാളി എന്നുള്ളത് മാറ്റിയിട്ട്, അല്ല സ്വർണ്ണപ്പാളി മാറ്റിയിട്ട് ചെമ്പുപാളി എന്ന് എഴുതാനായിട്ട് പിണറായി വിജയൻ എന്താ ശബരിമലയ്ക്ക് പോയോ? അതോ ആ രജിസ്റ്റർ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തിയിട്ട് പുള്ളി തിരുത്തിയോ? ഇതൊക്കെ എന്ത് പരിപാടി, എനിക്ക് മനസ്സിലാവണില്ല. കടകംപള്ളി സുരേന്ദ്രനാണെങ്കിലും അത് ചെയ്യാൻ സാധ്യതയില്ല. അത് മാറ്റി എഴുതണമെന്ന് ചിലപ്പോൾ പറഞ്ഞു കാണും, പത്മകുമാർ എഴുതിയും കാണും. പക്ഷേ കടകംപള്ളിയുടെ കൈയക്ഷരമാണ് അത് എന്ന് പത്മകുമാർ ഇപ്പോൾ പറഞ്ഞാൽ കോടതിയിൽ ചിലവാകാൻ പോകുന്നില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഈ പ്രതി കുറ്റസമ്മതവും ഒക്കെ നടത്തിയിട്ട് അല്ലെങ്കിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം കുറ്റപത്രം സമർപ്പിക്കാൻ SIT തയ്യാറായിരിക്കുന്നു. സമർപ്പിക്കുന്നതിന് മുമ്പോ സമർപ്പിക്കുന്നതിന് ശേഷമോ പുതിയ കഥയുമായിട്ട് വന്നു കഴിഞ്ഞാൽ കോടതി അങ്ങനെ അങ്ങ് വിശ്വസിക്കില്ല. കാരണം ഈ ഓർഗനൈസ്ഡ് ക്രൈം ഉണ്ടല്ലോ, ഗൂഢാലോചനയൊക്കെ ചെയ്ത് 3-4 പേരൊക്കെ കൂടിയിട്ട് ഒക്കെ ചെയ്യുന്ന ക്രൈം, ആ ക്രൈമിൽ 1-2 പേര് പിടിക്കപ്പെടുന്ന ഉടനെ ആ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരും പ്രതികളാകും. ആരുടെയൊക്കെ പേര് ഇവർ പറയുന്നു അവർ പ്രതികളാകും. പക്ഷേ പിടിക്കപ്പെട്ട് കുറേ നാൾ കഴിഞ്ഞ് സംഭവങ്ങളുടെ ഗതിയൊക്കെ മാറി കുറ്റപത്രം കൊടുക്കുന്ന സ്റ്റേജൊക്കെ ആയി കഴിയുമ്പോൾ, സാറേ ഇല്ലേ മറ്റവനും ഉണ്ടായിരുന്നു കേട്ടോ, അവനാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് അപ്പം സംശയമാകും, ഇവനിത് ആദ്യം പറയുന്നത് എന്താ, ഇപ്പം പറയുന്നത് എന്താ. അപ്പോൾ എന്തോ ഇവർ തമ്മിൽ തെറ്റി. പത്മകുമാറിന് കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് പറയാൻ TG മോഹൻദാസിൻ്റെ പേര് പറയാനെന്താ, മോഹൻദാസ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താടോ മോഹൻദാസുമായിട്ട്? അല്ല, മോഹൻദാസ് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, പുള്ളി പറഞ്ഞു ഞാനത് ചെയ്തു എന്ന് പറഞ്ഞു പോലീസ് എന്താ മോഹൻദാസിനെ പിടിച്ചുകൊണ്ട് പോകുമോ? ഒന്നും നടക്കില്ല. മാത്രമല്ല ഈ മൊഴി മാറ്റാനുള്ള അല്ലെങ്കിൽ മൊഴിയിൽ അഡീഷണൽ ആൾക്കാരെ ചേർക്കാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിക്കും. നിങ്ങൾക്ക് ഈ നമ്മുടെ സ്വർണം കള്ളക്കടത്ത് നടത്തിയ ഓർമ്മയുണ്ടല്ലോ, അതിൽ വലിയ ബഹളമൊക്കെ നടന്നതാണ്. സ്വപ്ന സുരേഷ്, ശിവശങ്കരൻ, ആ കഥയൊക്കെ. സ്വപ്ന ഒരു കൊല്ലത്തോളം ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങി. കോഫെ പോസ നിയമത്തിലാണ് അവരെ പിടിച്ച് 1 കൊല്ലത്തോളം ഇട്ടത്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞ് സ്വപ്ന കുറേ വെളിപ്പെടുത്തലുകൾ നടത്തി, പുസ്തകം എഴുതി, ഇതൊക്കെ ചെയ്തു, ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് കോടതികൾ അനങ്ങിയില്ല. സ്വപ്ന 164 സ്റ്റേറ്റ്മെൻ്റൊക്കെ കൊടുത്തു കോടതിയിൽ, അനങ്ങിയില്ല. കാരണം സമയം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് അതുവരെ അപ്പുറത്ത് നിന്ന സ്വപ്ന തിരിച്ച് ഇപ്പുറത്തേക്ക് ചാടി. എന്താ കാര്യം? ശിവശങ്കരനുമായിട്ട് തെറ്റി, അതാണ് കാര്യം. ഒരുപക്ഷെ സ്വപ്ന പറയുന്നത് സത്യമായിരിക്കും, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ സത്യം മറച്ചു വെച്ചിട്ട് പിന്നീടൊരു കാലത്ത് പുറത്ത് പറയുമ്പോൾ കോടതിക്ക് ന്യായമായ സംശയം തോന്നും. ഇത് എല്ലാ ഈ ഗൂഢാലോചനയുള്ള എല്ലാ കേസുകളിലും സംഭവിക്കാറുള്ള ഒരു കാര്യമാണ്. ചിലരെയൊക്കെ ആദ്യം പ്രൊട്ടക്റ്റ് ചെയ്യും, പിന്നെ ഓർക്കും ഞാൻ മാത്രം എന്തിനാ ജയിലിൽ കിടക്കുന്നത്, അവനും കൂടെ കിടക്കട്ടെ. അവൻ തൊഴുതു പറയും, എൻ്റെ പൊന്നെ നീയോ ജയിലിൽ പോയി, എന്നെ കൂടെ ജയിലിലിട്ടിട്ട് നിനക്ക് എന്ത് കിട്ടാനാടാന്ന് പറഞ്ഞു. അങ്ങനെ താൻ മാത്രം രക്ഷപ്പെടേണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ജയിലിലാക്കുക. ഇത് ചിലപ്പോൾ സത്യസന്ധമായിരിക്കും, ചിലപ്പോൾ കള്ളവുമായിരിക്കും. ഈ സംശയങ്ങൾക്കൊക്കെ സമാധാനം പത്മകുമാർ തന്നെ കൊടുക്കേണ്ടി വരും.
അതുകൊണ്ട് പത്മകുമാർ നിയമദൃഷ്ട്യ ആരെയെങ്കിലും കൊടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല, കൊടുക്കാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ കൈയക്ഷരത്തിൻ്റെ അങ്ങനെ. പിന്നെ പത്മകുമാർ എഴുന്നള്ളിച്ചു എന്ന് പറയപ്പെടുന്ന അടുത്ത കാര്യം, ആ 2 സ്ത്രീകളെ ചാക്കിൽ കെട്ടി കറുത്ത പ്രേതം പോലെ വെളുപ്പിന് അടുക്കള വശത്തുകൂടെയോ ഓടി സന്നിധാനത്ത് ചെല്ലുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നില്ല. ഇവരങ്ങനെ കയറിയ ദിവസം പത്മകുമാറിനെയും പിന്നെ ആ പോലീസ് മേധാവി ശ്രീജിത്തിനെയും മനഃപൂർവ്വം ശബരിമലയിൽ നിന്ന് മാറ്റി പത്മകുമാറിനോട് അർജൻറ്റായിട്ട് തിരുവനന്തപുരത്ത് ചെല്ലാൻ പറഞ്ഞു. അതുകൊണ്ട് പുള്ളി തിരുവനന്തപുരത്ത് പോയി. ആ നേരത്ത് ഈ പെണ്ണുങ്ങളെ കയറ്റി പിണറായി വിജയൻ, ദൈവതുല്യൻ. അപ്പം ഞങ്ങളെ 2 പേരെയും മനഃപൂർവ്വം ആ സമയത്ത് മാറ്റി. ഇതാണ് പത്മകുമാർ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന കാര്യം. ശരി, ഇതൊന്ന് പരിശോധിച്ച് പത്മകുമാറും ഈ പറഞ്ഞ ADGPയോ അല്ലെങ്കിൽ എന്താ അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ എന്ന് കൃത്യമായിട്ട് അറിയില്ല, ഈ ശ്രീജിത്തും അവിടെ ഉണ്ടായിരുന്നു എന്ന് വയ്ക്കുക ശബരിമലയിൽ. അവരെന്ത് ചെയ്തതിന് അവർക്ക് തടയാൻ പറ്റുമായിരുന്നു ഈ സ്ത്രീകൾ കയറുന്നത്? തടയാൻ പറ്റില്ലല്ലോ. പിണറായി വിജയൻ്റെ കീഴിൽ പിണറായി വിജയൻ്റെ വാലായിട്ട് അന്ന് നിന്ന പത്മകുമാർ, പിണറായി വിജയൻ വിരട്ടി നാശമാക്കി പത്മകുമാറിനെ. ചെറിയൊരു എതിർസ്വരം, സത്യവാങ്മൂലം മാറ്റുന്ന കാര്യത്തിൽ ചെറിയൊരു എതിർസ്വരം കേട്ടപ്പോൾ തന്നെ പിണറായി വിളിച്ച് ശാസിച്ചു. അതോടെ പത്മകുമാർ ഒതുങ്ങി. ശ്രീജിത്ത് പോലീസ് ഉദ്യോഗസ്ഥനാണ്, മുകളിൽ നിന്നുള്ള ഓർഡറുകൾ അനുസരിക്കാൻ ബാധ്യസ്ഥയായ മനുഷ്യനാണ്. ഈ 2 പേരും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് സ്ത്രീ പ്രവേശനം തടയാനാകുമായിരുന്നില്ല. പിന്നെ എന്തിനാ തന്ത്രപരമായിട്ട് അവരെ ആ സമയത്ത് മാറ്റിയില്ലായിരുന്നെങ്കിൽ എന്താണ് ചെയ്യുമായിരുന്നത് എന്ന് പത്മകുമാർ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ലക്ഷണം ഇതാണല്ലോ, മാറ്റിയില്ലായിരുന്നെങ്കിൽ ഞാനത് നടത്താൻ സമ്മതിക്കില്ലായിരുന്നു, ഒരു പെണ്ണിനെ ഞാനവിടെ കയറ്റുമൊന്നുമില്ല, ഇതല്ലേ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇത് നടക്കുന്ന കാര്യമാണ് പത്മകുമാറെ. ഇതൊക്കെ ആരെ പൊട്ടനാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കഥകളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇത് കേട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഭയന്നു പോകും. നാട്ടുകാരെ പറ്റിക്കാൻ നോക്കരുത്. നാട്ടുകാർക്ക് പാർട്ടി ഇല്ലല്ലോ, അഥവാ നിങ്ങളുടെ പാർട്ടിയിൽപ്പെടാത്ത ധാരാളം നാട്ടുകാരുണ്ടല്ലോ, അവർക്കൊന്നും ഇത് കേൾക്കുമ്പോൾ ഒരു രോമാഞ്ചവും വരുന്നില്ല. ഇതൊക്കെ ഒരു അപസർപ്പക കഥ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആത്മകഥയിൽ എഴുതി വയ്ക്കാം. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കീറാമുട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. കാരണം പൊതുജന മധ്യത്തിൽ ഇങ്ങനെയുള്ള ആളുകളുടെ വെളിപ്പെടുത്തലുകളിന് ഒരു പ്രത്യേക വിശ്വാസ്യതയുണ്ട്. കാരണം കള്ളൻ്റെ കൂടെ കിടക്കുന്നവനല്ലേ രാപ്പിനെ അറിയൂ എന്നൊക്കെയുള്ള ന്യായം പറഞ്ഞിട്ട് നാട്ടുകാർ പറയും പത്മകുമാർ പറഞ്ഞത് സത്യമാണ്. പിണറായി വിജയൻ ആ സമയത്ത് പത്മകുമാറിനെ അവിടുന്ന് മാറ്റി, എന്നിട്ട് സ്ത്രീകളെ കയറ്റി. ഇങ്ങനെയൊക്കെയുള്ള രോമാഞ്ചജനകമായ കഥകൾ നാട്ടുകാർ വിശ്വസിക്കും എന്ന് പാർട്ടിക്കറിയാം. അത് വിശ്വസിക്കുകയും ചെയ്യും. ഒറ്റ കേൾവിയിൽ നമുക്ക് തോന്നും, അയാളെ മാറ്റി ആ സമയത്ത് എന്തിനു മാറ്റി അയാളെ, ശ്രീജിത്തിനെ എന്തിനാണ് മാറ്റിയത്, അപ്പോൾ എന്തോ ഉണ്ട്, ഇങ്ങനെയൊക്കെ വിചാരിക്കും. കോടതിയിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം ഇത് കുറ്റമേ അല്ല. ടെക്നിക്കലി ഇത് കുറ്റമല്ലല്ലോ. സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് ഉണ്ട്, സ്ത്രീകൾ കയറി, ഇതാണല്ലോ പ്രശ്നം. അതവർ ഒളിച്ച് കയറിയോ അടുക്കളവാതിൽ കൂടെ കയറിയോ ഓട് പൊളിച്ച് കയറിയോ ഇതൊന്നും നോട്ടമൊന്നുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ കേസും കുന്തമൊന്നും വരാൻ പോണില്ല. പക്ഷേ പബ്ലിക് ഒപ്പീനിയൻ, പബ്ലിക് ആങ്കർ, പൊതുജനങ്ങളുടെ ദേഷ്യം പിണറായി വിജയന് നേർക്കും പാർട്ടിക്ക് നേർക്കും തിരിയും. അത് വീണ്ടും ദോഷം ചെയ്യും എന്ന് പാർട്ടി വിചാരിക്കുന്നു. ഈ വക ബ്ലാക്ക് മെയിലിങ്ങിന് വഴങ്ങിക്കൊടുത്ത പാർട്ടിയുടെ ആത്മബലം വട്ടപൂജ്യമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. വാസ്തവത്തിൽ തോറ്റു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് CPM. ഇങ്ങനെ നട്ടമൊന്നും തിരിയേണ്ട കാര്യമില്ല. നിങ്ങൾ തോറ്റതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്തില്ല. അതുകൊണ്ട് ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിക്കാനുള്ള പ്രവൃത്തികൾ ഇനിയെങ്കിലും നിങ്ങൾ തുടങ്ങുക, അത് തുടരുക. ചിലപ്പോൾ 5 വർഷം കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ അധികാരത്തിൽ വന്നു എന്ന് വരും, വന്നില്ലെന്നും വരും, നിങ്ങൾക്ക് പകരം BJP ആയിരിക്കും വരിക എന്നും വരും, ഉറപ്പൊന്നുമില്ല. പക്ഷേ വഴി ഇതേ ഉള്ളൂ, ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിക്കുക.
അല്ലാതെ ഈ കുശുമ്പും കുന്നായ്മയും ശബരിമലയിൽ നിന്ന് ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി ചെമ്പെന്നുള്ളത് സ്വർണമാക്കി മാറ്റി എഴുതാൻ പറഞ്ഞു എന്നൊക്കെയുള്ള കള്ളക്കഥകൾ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓട്ടം, ഇതൊന്നും നിങ്ങളെ എങ്ങും കൊണ്ടുവന്ന് എത്തിക്കുകയില്ല. ഏതായാലും പത്മകുമാർ പേടിപ്പിച്ചാൽ പേടിക്കുന്ന അവസ്ഥയിലെത്തി മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഏതെങ്കിലുമൊക്കെ പാർട്ടിക്കാരൻ കണ്ണുരുട്ടി കഴിഞ്ഞാൽ പേടിക്കുന്ന അവസ്ഥ ഒരു പാർട്ടിക്ക് വന്നെങ്കിൽ അത് അവരുടെ ഒരു ഗതികേടാണ്. ആ പാർട്ടി CPM ആകുമ്പോൾ ആ ഗതികേടിൽ സന്തോഷിക്കേണ്ടതുമാണ് എന്നെനിക്ക് തോന്നുന്നു. താങ്ക് യു.